പത്തരമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനരെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുന്നു ദേവയാനി പറയുന്നുണ്ട്, വീട്ടിലേക്ക് വഴി തെറ്റി വരുന്ന വിഷജന്തുക്കളായ രണ്ടുപേര് ഈ വീട്ടിലേക്ക് കടന്നുകൂടി. അതോടുകൂടി ഉണ്ടായിരുന്ന സമാധാനം പോയി. ഇനി എന്തായാലും ഇവളുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, അത് ജലജയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും നീ എൻ്റെ മോൻ്റെ ഭാര്യയായിരുന്നത് കൊണ്ട് നീ എൻ്റെ മരുമോളാണ്, അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ കഴിയും. ഇനി നിന്നെ പോലെ ഒരു മരുമോള് ഈ വീട്ടിൽ വേണ്ട, അതെന്റെ ഉറച്ച തീരുമാനമാണ്. ഇതിൽ ആരെന്ത് പറഞ്ഞാലും ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ തുള്ളണ്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, ഇനി എന്ത് തീരുമാനം, എനിക്ക് ഇവളൊട്ടും വേണ്ട, ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകില്ല, ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. നീ പോവാണ്ട് പിന്നെയെന്ന് ജലജ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനു പോകണം, എന്നോട് വലിയ നുണ പറഞ്ഞത് ഇവനാണ്, എന്നെ ചതിച്ചത് ഇവനാണ്. അപ്പൊ ഇവനോട് എനിക്ക് ഇങ്ങനെ പറയുന്നതിൽ ഒരു വിഷമവും ഇല്ല, ഒരു കുറ്റബോധവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രണ്ട് പെൺമക്കളെയും വിളിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പടിയിറങ്ങണമെന്ന് ജലജ പറയുമ്പോൾ നമ്മുടെ കനക കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ രണ്ട് മക്കളെ ഞാൻ കൊണ്ടുപോയിക്കോളാം, പക്ഷെ എനിക്ക് ഈ സംഭവം ഒന്നും അറിയില്ല, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നയനയുടെ അച്ഛനും പറയുന്നുണ്ട്, ഗോവിന്ദനും പറയുന്നുണ്ട്, ഇല്ല സത്യമാണ് ഈ പറഞ്ഞത്, ഞങ്ങൾക്ക് അറിയില്ലാത്ത കാര്യമെന്ന് പറയുന്നു. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഇനി കൂടുതലൊന്നും പറയാനില്ല, എൻ്റെ മനസ്സിൽ ഇനി ഇവൾക്ക് സ്ഥാനമില്ല, അതുപോലെ തന്നെ ഈ അനന്തപുരി തറവാട്ടിലും അവൾക്ക് സ്ഥാനമില്ല, ഇവളെ കൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പടിയിറങ്ങാം, മറ്റുള്ള കാര്യം എനിക്ക് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അവള് പിന്നെ അഭി ജന്മനാന്ന് പറയുന്നവനാണ്, അതുപോലെ തന്നെയാണ് ഞങ്ങൾ അറിഞ്ഞിടത്തോളം നവ്യയും. അപ്പൊ പിന്നെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, പക്ഷെ ഇവള് സത്യസന്ധതയോടെ പെരുമാറിയിട്ട് മുത്തശ്ശനെയും ഞങ്ങളെക്കാളും ഇഷ്ടം മുത്തശ്ശനും മുത്തശ്ശിക്ക് ഇവളേനി, എന്നിട്ട് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് തന്നെ ഇവളോട് എനിക്കിപ്പോ വെറുപ്പാണ് എന്ന് പറഞ്ഞ് ആദർശ് മാറി നിൽക്കുന്നുണ്ട്. ആരും അമ്മ എന്ത് പറയണേ എന്ന് ദേവയാനിയോട് ആദർശ് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആരോടും ഇനി ഒന്നും ചോദിക്കേണ്ട, ഞങ്ങൾ പൊക്കോളാം, ഞാൻ തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയായിരുന്നു, ഈ തെറ്റ് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുന്നു അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം പോകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിതിന് കൂട്ടുന്നത്. ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കൂടപ്പിറപ്പുകൾക്കും വേണ്ടി ജീവിച്ചു, അതുകൊണ്ട് തന്നെയാണ് ഈ രഹസ്യം എനിക്ക് അവർക്ക് വേണ്ടി ഒളിച്ചേക്കേണ്ടി വന്നത്, അല്ലാണ്ട് നിങ്ങളോട് ദേഷ്യം, നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വീട്ടിലേക്ക് എനിക്ക് വന്ന് കയറിയത് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഇതിലേക്ക് അങ്ങനെ ഒരു കുടുംബക്കാരെ ഞാൻ ചതിക്കില്ല മുത്തച്ഛൻ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനോടും മുത്തശ്ശിയോടൊക്കെ നയന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ണീരൊഴിക്കും. അതിനി അവരുടെ മനസ്സ് പിടിച്ചു മാറ്റാൻ നോക്കണ്ട, അപ്പൊ ഇറങ്ങാൻ നോക്കടി എന്ന് പറഞ്ഞ് ദേവയാനി കലി തുള്ളുന്നുണ്ട്. ആ സമയത്ത് ആരും ഇനിയൊന്നും ഞങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഗോവിന്ദൻ നയനയെ തോളിൽ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. നവ്യനെ വിളിച്ചപ്പോൾ നവ്യ എന്ത് ചെയ്താൽ വരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അവൾ വന്നില്ലെങ്കിൽ വേണ്ട, നാണോ മാനോ ഇല്ലാണ്ട് അവൾ ഇവിടെ അട്ട പിടിച്ചേക്കണ പോലെ പിടിച്ചു നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ജലജ ഒരുപാട് വഴക്ക് പറയുന്നെങ്കിലും കൂടി നവ്യക്ക് അതൊന്നും ഒരു പ്രശ്നമാക്കുന്നില്ല, നവ്യ പോകാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് മുത്തശ്ശൻ നയന പടി ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശൻ തലറങ്ങി വീഴുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടി ഓടി അച്ഛാന്ന് വിളിച്ച് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് നമ്മളെ നയനോട്, ചേച്ചി പോണത് കണ്ടിട്ടാണ് മുത്തശ്ശന് ഈ അപകടം പറ്റിയിട്ടുള്ളത്, ചേച്ചി പോവാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനെ കാണിക്കുന്നത് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പരിഭ്രമത്തോടെ ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നു. ആ പണിക്കര് പറഞ്ഞ കാര്യം, മഹാലക്ഷ്മി ഇനി എന്തിനാ ആർക്കും അവളെ മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും, അതുകൊണ്ട് തന്നെ എന്തെന്നെ പ്രശ്നം വന്നാലും അവളെ പറഞ്ഞയക്കരുത്, അവൾ പോയ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഡയലോഗുകളൊക്കെ മുത്തച്ഛനോട് പണിക്കര് പറയുന്നതൊക്കെ ആയിട്ട് ഓർക്കുന്നുണ്ട്. അതിനുശേഷം മുത്തച്ഛൻ പറയുന്നുണ്ട്, നവ്യ ഒരു തെറ്റ് ചെയ്തത് അഭി അവളെ കഴുത്തി താലി കെട്ടിയിട്ട് മറച്ചു വെച്ചിട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്തത് കൊണ്ടാണ്. അപ്പൊ അതിന് പകരം അവൾക്ക് വേറെ എന്തെങ്കിലും ഒരു താലി കാണിച്ചെന്നാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായുള്ളൂ, പക്ഷെ അവൾ ഇത്രയും വലിയ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ പറ്റിച്ചു. മുത്തശ്ശി പറയുന്നുണ്ട്, ശരി, ഒരു ഗർഭിണിയുടെ ഒരു ലക്ഷണം അവൾക്ക് കണ്ടിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നയനമോൾ അങ്ങനെയല്ല, നയനമോൾ ഇവൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഈ രഹസ്യം ഉള്ളിൽ വെച്ചങ്ങായിട്ട് നീർക്കഴിയുന്ന ഒരു പാവം പെൺകുട്ടിയാണിത്. നയനമോളെ ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുത്തച്ഛൻ വെട്ടി തുറന്ന് പറയും. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. വേണ്ട, അവള് പോണ്ട, ഞാൻ പൊക്കോളാം ഇവിടുന്ന്, ഞങ്ങൾ ഇവിടുന്ന് പോകാന്ന് ആദ്യം പറയും. അപ്പൊ ജലജ ഏറ്റുപിടിക്കുന്നുണ്ട്, അതെ ചേച്ചി പോകുന്നുണ്ടെങ്കിൽ ഞാനും പോകും, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം, ഇവര് ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരിവിടുന്ന് പോയാലും ശരി തന്നെ, നയനമോൾ ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് മുത്തച്ഛൻ തീർത്ത് പറയുന്നുണ്ട്.
അച്ഛൻ എന്ത് സംസാരമാണ് ഇത് പറയുന്നത്? അച്ഛൻ എങ്ങനെ പറയാൻ തോന്നി? എന്റെ കാര്യം പോട്ടെ, ചേച്ചി ഇവിടുന്ന് പോകുന്ന പറഞ്ഞിട്ട് അച്ഛന് വല്ല കുലുക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ ദേഷ്യപ്പെട്ടിട്ട്. എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് ഈ വേറൊരു മറുപടി ഇല്ല. ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് പോവാം, പക്ഷെ നയനമോൾ ഈ വീടിന്റെ പടി ഇറങ്ങാൻ പാടില്ല എന്ന് മുത്തശ്ശൻ തീർത്ത് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി മുത്തശ്ശനെ നോക്കി നിൽക്കുന്നവരാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.